രേവതി എന്നും എല്ലാവർക്കും വേണ്ടി സമയം കണ്ടെത്തുന്നവളായിരുന്നു. വീട്ടിൽ അമ്മയുടെ ആരോഗ്യവും ജോലിയിലെ ഡെഡ്ലൈൻസും സുഹൃത്തുക്കളുടെ ചെറിയ സഹായ ആവശ്യങ്ങളും എല്ലാം അവൾ മനസ്സിലിട്ട് ചെയ്തുകൊണ്ടിരുന്നു. എനിക്ക് വേണ്ടത് പിന്നെയാക്കാം എന്നായിരുന്നു അവളുടെ പതിവ് വാക്ക്. പക്ഷേ ദിവസങ്ങൾ കടന്നുപോയപ്പോൾ അവളുടെ മനസ്സും ശരീരവും ക്ഷീണിച്ചു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പോലും ആവേശം കുറയുകയും കണ്ണാടിയിൽ നോക്കുമ്പോൾ അവൾക്ക് പഴയ ചിരി കാണാതിരിക്കുകയും ചെയ്തു. എന്തിനാണ് ഞാൻ ഇങ്ങനെയാവുന്നത്? അവൾ സ്വയം ഒന്ന് ചോദിച്ചു. ഒരു ദിവസം ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വഴിയരികിൽ ഒരു ചെറിയ കഫേയിൽ അവൾ കയറി. അവിടെ ഇരുന്ന് ചൂടൻ ചായ കുടിച്ചുകൊണ്ട് ജനാലയ്ക്ക് പുറത്തുള്ള മഴത്തുള്ളികൾ നോക്കിയപ്പോൾ മനസ്സിലൊരു തിരിച്ചറിവ് വന്നു. മറ്റുള്ളവർക്കെല്ലാം ഞാൻ കൊടുക്കുന്ന സ്നേഹത്തിന്റെ ഒരു ഭാഗം പോലും ഞാൻ എനിക്ക് കൊടുത്തിട്ടില്ല. അന്നു മുതൽ അവൾ ചെറിയ ഒരു മാറ്റത്തിന് തയ്യാറായി. രാവിലെ 15 മിനിറ്റ് യോഗയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു. ഓരോ ആഴ്ചയും ഒരു ദിവസം ജോലി, വീട്, ചിന്തകളൊക്കെ മാറ്റിവെച്ചിട്ട് തനിക്ക് ആവശ്യമായിട്ടുള്ള, തനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു. ആവശ്യപ്പെട്ടാൽ ഇല്ല എന്ന് പറയാൻ ധൈര്യം നേടി. മനസ്സിനെ ശാന്തമാക്കാൻ പ്രതിദിനം കുറച്ച് സമയം പുസ്തകം വായിച്ചു. ആ മാറ്റങ്ങൾ ചെറിയതായിരുന്നു, പക്ഷേ അതിന്റെ ഫലമോ അത് വലിയതായിരുന്നു. രേവതിയുടെ കണ്ണുകളിൽ വീണ്ടും പ്രകാശം നിറഞ്ഞു. ചിരിയിൽ പഴയ ആവേശം തിരികെ വന്നു. അവൾ മനസ്സിലാക്കി, സ്വയം പരിചരിക്കുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവർക്കും സത്യത്തിൽ സന്തോഷം നൽകാൻ കഴിയുക. Sometimes self-care is not a luxury, it's a necessity. You can't pour from an empty cup. Fill yourself first, love yourself a little more each day, and watch your life bloom. Thank you.